ദൈവഹിതം എന്തെന്ന് അറിയുവാനും അത് നടത്തിയിട്ടുള്ളതിന് വേണ്ട ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കും. അല്ല, ഞാനതിന്റെ ടെക്സ്റ്റ് വൈസ് ആയിട്ടൊന്നും അല്ല. ഞാനിപ്പോ സത്യം പറയുകയാണെങ്കിൽ 4-5 ദിവസമായിട്ട് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ്. അമ്മയുടെ അസുഖം കുറിച്ചൊന്നും തീവ്രമായി. അപ്പൊ പെട്ടെന്ന് കുറച്ച് പൊട്ടക്ഷരം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതൊക്കെ കൂടി മെഡിക്കൽ കോളേജിലേക്ക് മാറി. ഇപ്പം 4 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ മീറ്റിംഗ് ഒക്കെ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യും. ഫിസിക്കൽ മീറ്റിങ്ങിന് പോകാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഒന്നും ഉണ്ടായിട്ടല്ല, കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ എന്നാലും പ്രാർത്ഥിക്കാമല്ലോ. സാഹചര്യങ്ങൾ അവരുടെ ആ വേദന അതൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ദൈവമേ, ഈ ഒരു സാഹചര്യത്തെ എനിക്ക് അതിജീവിക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണമേ. മറ്റൊന്നും പറ്റാതെ സ്വീകരിക്കാനുള്ള സ്വന്തം മനസ്ഥിതിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഒരുപാട് ഫലം ഒന്നും സംഭവിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ എനിക്കൊരു ആശ്വാസം വാസ്തവത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത് ഈ ഒരു പരിപാടിയിലുള്ള വിശ്വാസവും അതിനോട് ബന്ധപ്പെട്ടുള്ള ഈ പടികളുടെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ തന്നെ അത് വിട്ടുപോയിട്ടുണ്ട്. കാര്യങ്ങള് ചിലപ്പോൾ ചില ഓപ്പോസിറ്റ് എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ല സ്ട്രെങ്തൻ ചെയ്യും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അമ്മ അനുഭവിക്കുന്ന അവസ്ഥ ബോധമില്ല. അതുമല്ല, അവരുടെ ശരീരത്തിനൊക്കെ അങ്ങനെ രക്തം വലിച്ചെടുക്കാൻ വേണ്ടി പാടുപെടുന്ന ഡോക്ടർമാര് ഇതൊന്നും കാണാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ. ഞാനൊക്കെ ആർക്കും തന്നെ മനസ്സിലായിരുന്നില്ലെങ്കിൽ എന്റെയൊക്കെ ഒരു അവസ്ഥ എന്താണ് വെച്ചിട്ട്. അപ്പം ഈ ദൈവഹിതം എന്തെന്നറിയില്ല, അതാണ് വേറെ സംഭവം. ഇപ്പം അമ്മ ഓരോ മനുഷ്യർക്കും നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ അവരനുഭവിച്ചെന്നെ മതിയാവും. അപ്പം അത് ദൈവത്തിന്റെ ഹിതമാണ്. എന്താ പറയാ, മറ്റു പലർക്കും മറ്റു പല രീതിയിലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഈ കൂട്ടി വായിക്കാനും ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ എന്താ പറയാ നമ്മള് ചിന്തിക്കാനൊക്കെ സാധിച്ചത് ലതീഷ് ബ്രേക്ക് ആവുന്നു ഇടയ്ക്കിടയ്ക്ക്, എന്തോ ഡിസ്റ്റർബൻസ് വരുന്നു. അതെയോ? റേഞ്ച് ഉണ്ട്, പക്ഷെ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ വരുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലാണ് ഇപ്പൊ പറയുന്നത്. പടിയായപ്പോ അതുകൊണ്ടാണ് ഞാൻ കേട്ടൊന്ന് സംസാരിച്ചത്. എന്തായാലും അത് എന്റെ ജീവിതത്തിൽ 2-3 വർഷമല്ലാതെ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്ത് തന്നെ വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നു. ഈ അവസരത്തില് ഗ്രാറ്റിറ്റ്യൂഡുകൾ പലരും മനസ്സിലൂടെ കടന്നു പോകുന്നു. നമ്മെ ഒരുപാട് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ തുടയ്ക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതൊക്കെ ഈ ഒരു സന്ദർഭത്തില് പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുള്ള തെറ്റുകളൊക്കെ തിരുത്താനൊക്കെ ഒരവസരമായിട്ട് പോലും അതിനെ കണ്ടുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിന്റെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരു ആൽക്കഹോളിക് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. കുറെ നെഗറ്റീവ് ചിന്തകൾ വരുന്നു. എന്താ പറയാ, അതുപോലെ ഭ്രാന്തമായ ചിന്തകൾ വരുന്നു. എല്ലാം ഞാൻ സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത തരത്തിലുള്ള ചിന്തകളൊക്കെ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എന്താ പരിഹാരം എനിക്കറിയില്ല. അവിടെ അവസാനം ഈ പറഞ്ഞു നിർത്താം. ദൈവഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ മണിക്കൂറുകളെ ഞാൻ അവസാനിപ്പിക്കാറ്. കാരണം അതിനപ്പുറത്തേക്ക് എനിക്കൊരു പരിഹാരം ഇല്ല. അപ്പോഴാണ് പറയാനുള്ളത്. എല്ലാവർക്കും സംഭവത്തിൽ നല്ല നാളുകൾ നടക്കട്ടെ. താങ്ക് യു ലതീഷ്. നമ്മുടെ മീറ്റിംഗിൽ ഐഫോൺ എന്ന് പറഞ്ഞ് ആരോ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പേരൊന്ന് പറയുവോ, അതല്ലെങ്കിൽ ആ പേരൊന്ന് മാറ്റുവോ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മള് ഓക്കെ, അടുത്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് വരിക. ഹലോ, യെസ്, AK കാലിക്കറ്റ് പ്ലീസ്. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം.
പ്രിയ സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സഹായത്താലും ഞാനൊന്ന് മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് അഖിലേഷ്. എന്തായാലും ഷാജിക്കന്റെ ആ ഒരു ഇത് 12 വെടികളെ പറ്റിയുള്ള ഒരു ഇത് വളരെ മനോഹരമായിട്ട് തന്നെ കേൾക്കാൻ സാധിച്ചു. ശരിക്കും അതിൽ നല്ല എഫക്ട് ചെയ്തൊരു എനിക്ക് ഏറ്റവും കൂടുതൽ എന്നൊരു ആകർഷിച്ചൊരു 11-ാം പടിന്റെ ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്നതിന്റെ മുമ്പ് ഇതുപോലെ മദ്യപിച്ച് നല്ല നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഈ കിഡ്നി പ്രശ്നം ഉണ്ട ഒരു സമയമായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഈ നീരൊക്കെ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആയി, അങ്ങനെ ഡോക്ടർമാർ മരുന്നൊക്കെ കൊടുത്ത് നീരൊക്കെ പോയി. അപ്പൊ നല്ല മാറ്റം വന്നപ്പോൾ ഞാൻ അവിടെ വേറൊരു പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ. അപ്പൊ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചല്ല, എൻ്റെ അമ്മയാണ്, അമ്മക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞ് ആരാണ് ചോദിച്ചു. അവന് മകനാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനത് പറഞ്ഞല്ലോ അവിടെ അടുത്തിരിക്കുന്ന ആരാ ചോദിച്ചു. പറഞ്ഞ ഇളയമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ സാർ പറഞ്ഞതെന്ന് ചോദിച്ചു. അറിയിക്കാനുള്ളവരോടൊക്കെ അറിയിക്കാൻ പറഞ്ഞല്ലോ പറഞ്ഞു. സത്യം പറഞ്ഞാല് ആകെ ഷോക്കായി. കാരണം പെട്ടെന്ന് ഇത് ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് പോരുന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഞാന് അമ്മ മരിക്കാൻ പോകുകയാണല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ദൈവഹിതമായിരുന്നു. കാരണം അത് എനിക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നുള്ള. അപ്പൊ തന്നെ ഞാൻ വേഗം പോയി സാധനം വാങ്ങി, മദ്യം വാങ്ങി, അല്ലെങ്കിൽ ഒരുപാട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എല്ലാ ചടങ്ങുകൾക്കും മദ്യത്തിൽ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ എപ്പോഴും കുടിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹിതം, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാ സമയത്തും എൻ്റെ ഹിതം, എൻ്റെ ഇഷ്ടങ്ങള് ആയിരുന്നു ഞാൻ എപ്പോഴും ഇത് കണ്ടത്. പക്ഷെ ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ ശരിക്കും ചില ദൈവ തീരുമാനങ്ങള് സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ടെന്നുള്ള. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനത്തെ വലിയ ദുഃഖകരമായ മരണ വാർത്തകള്,